ശ്രുതി അങ്ങനെ പലിശക്കാരുടെ കയ്യിൽ നിന്ന് പലിശ വാങ്ങിയിട്ട് നേരെ വീരാനെ കാണാൻ പോവാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അവിടെ വന്നിട്ട് ഈ അഭിനയിച്ച് കൊള്ളാക്കരുത് എന്നൊക്കെ പറയും. അങ്ങനെ സുധീനെയും സച്ചിയുടെയും എല്ലാവരെയും ഫോട്ടോ കാണിച്ചു കൊടുത്ത് പേരും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ വന്നാൽ ചെയ്യേണ്ടതെന്നും എവിടേക്ക് വരേണ്ടതെന്നും ഒക്കെ പറയും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോരുമ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ രേവതിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയും, അമ്മ എന്തിനാ അങ്ങോട്ട് വന്നത്? അറ്റ്ലീസ്റ്റ് വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നൂടെ? അപ്പോൾ എന്തിനാ ഞാൻ നിന്നോട് വിളിച്ച് പറഞ്ഞിട്ട് വരുന്നത്? ഇതൊക്കെ എൻ്റെ കടമയല്ല, അപ്പോൾ ഞാൻ ചെയ്യേണ്ടതല്ലേ ഇതൊക്കെയെന്ന് പറയും. എന്നിട്ട് എന്തായി അമ്മ അവിടെ എല്ലാവരും മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിന്നില്ലേ എന്ന് ചോദിക്കും. അല്ലല്ല, സച്ചിയുടെ അച്ഛൻ എന്നോട് നല്ല രീതിയിലാണല്ലോ സംസാരിച്ചത്, അത് മതി എനിക്കെന്ന് പറയും. അപ്പോൾ രേവതി പറയും, അമ്മ ഇങ്ങനെ ഓരോന്നും ചെയ്യല്ലേ, ഇനി അവിടേക്ക് വരുമ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് വരും. എന്താ വർഷയുടെ അമ്മയും കൂടി ഒരുമിച്ച് വന്നതാണ് എല്ലാത്തിനും പ്രശ്നമായത്. അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളും. അപ്പോൾ അതിനനുസരിച്ച് അമ്മ ഇനി ചെയ്താൽ മതി, അമ്മ ഇനി അങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ. അപ്പം രേവതിയുടെ അനിയൻ കയറി വരികയാണ്. എന്നിട്ട് ചോദിക്കും, അമ്മയ്ക്ക് അവിടെ പോയിട്ട് നല്ലത് കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അപ്പം നീ എങ്ങനെയാണ് അത് അറിഞ്ഞത് ചോദിക്കുമ്പോൾ, എന്നോട് ഇവളെല്ലാം വിളിച്ച് പറഞ്ഞു, അമ്മ എന്തിനാ അങ്ങോട്ട് പോകാൻ നിന്നേ? അഥവാ പോകുമ്പോൾ എന്നോട് പറയുന്നെങ്കിൽ ഒരു 2-3 തട്ടും കൂടി ഞാനും കൊടുത്തയക്കില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ നീ എങ്ങനെ കൊടുത്തയക്കുക? നിനക്ക് എങ്ങനെ ഇവിടെ നിന്ന് പൈസ? വെറും തട്ട് മാത്രം കൊടുത്തയച്ചാൽ പോരാ, അതിൽ സ്വർണവും പണവും ഡ്രസ്സുകളും എല്ലാതും വെക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ ശരത്ത് പറയും, അതൊക്കെ ഞാൻ സെറ്റാക്കി തന്നിരുന്നു എന്ന് പറയും. അപ്പോൾ നിനക്കിപ്പോൾ എവിടെ നിന്നാടാ പൈസ ചോദിക്കും. അപ്പോൾ പറയും, ഞാനിപ്പോൾ ജോലിക്ക് പോകണ്ടല്ലോ പറയും. അപ്പോൾ എവിടെ നിന്ന് ജോലിക്ക്? ഒരു ഫിനാൻസ് കമ്പനിയിൽ പോകുന്നുണ്ടെന്ന് അവൻ പറയും കേട്ടോ. അപ്പോൾ നീ വീണ്ടും ആൻ്റണിയുടെ കൂടെ കൂടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിർത്താൻ പറയാണ് ശരത്തിനോട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.